കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ ലോറിക്കായുള്ള ട്രെഡ്ജർ ഉപയോഗിച്ച് വിശദമായ തിരച്ചിൽ ഇന്ന് തുടങ്ങുകയാണ്. നാവികസേനയുടെ പരിശോധനയിൽ അടയാളപ്പെടുത്തിയ സ്പോട്ടിലെ മണ്ണും കല്ലുകളും ട്രെഡ്ജർ ഉപയോഗിച്ച് നീക്കം ചെയ്യും. ട്രെഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അവസാന ശ്രമം വരെ തങ്ങൾ ഈ പരിശോധന നടത്തുമെന്ന് ഈ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ 24 പറഞ്ഞു. This is the last option that we have. We've finally mobilized. We are planning to do for 10 days. And then we will, whatever is the outcome, depending upon the course of action, and every few days we will stop and then check on the further course of action. Those 3 locations we have finalized. First we will do it there. We will continue there. We'll try to complete those 3 points. Thank you. നേരത്തെ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് തന്നെ ലോറി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷയെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ 24 പറഞ്ഞു. പ്രൈവേറ്റ് ഒരു സ്കൂബ ഡൈവറിനെ കൂപ്പിട്ടിട്ടുണ്ട്. അവർ നമുക്കൊരു പെർമിഷൻ നിങ്ങൾ കൂടെ അവിടുത്തെ കൂട്ടത്തിൽ പറവല്ല പെർമിഷൻ കിട്ടി ഒരു സൈഡ് ആക്കും, ഞാൻ വേറെ സൈഡിൽ സിൽട്ടൺ നോക്കും. അതേ സ്പോട്ടിൽ നോക്കും. ഇന്നലെ ഒരു ട്രെച്ചർ പണി നോക്കുന്ന സമയത്ത് 2 കയർ കിട്ടി വലിയതായിട്ട്. അതേ കയർ കിട്ടി വേറെ അവിടെ തന്നെ ഉണ്ട്. പിന്നെ അത് ഡ്രഡ്ജറിനെ അത് ബക്കറ്റ് കീഴെ പോകത്തില്ല. പിന്നെ ഇന്നലെ 22 അടി ഇതിരുന്ന് വലിയൊരു ഡ്രഡ്ജർ വീണത്. അത് ഇത് മണ്ണെടുക്കുന്നത് ഇത് ചിന്നതായി. പിന്നെ ആളെ ദേശിട്ടുണ്ട് 25 ഫീറ്റ് ആളുണ്ട്. ഇപ്പോൾ 25 അടി വെള്ളമുണ്ട്. അതിൻ്റെ പിന്നെ മണ്ണുണ്ട് 10-15 അടി. അർജുൻ്റെ സഹോദരി അഞ്ജു ഷിരൂരിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വാർത്താ സംഘം ഷിരൂരിൽ എത്തിയിട്ടുണ്ട്. അലക്സ് മുഹമ്മദും അരുൺ പൂപ്പറമ്പയും ഷിരൂരിലുണ്ട്. ആദ്യം അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുകയാണ്. അരുൺ, എപ്പോഴാണ് തെരച്ചിൽ ആരംഭിക്കുക? യഥാർത്ഥത്തിൽ ഈ ലോറി കണ്ടെത്തുക എന്നുള്ളതാണ് കാര്യം. അർജുൻ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാൻ ഒരുപക്ഷെ ഈ ലോറി കണ്ടെത്തിയാൽ മനസ്സിലാകുമെന്ന ധാരണയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മൾ ഭാവനാ സമ്പന്നത കൊണ്ട് നമ്മൾ മറ്റെന്തെങ്കിലും ആലോചിച്ച് വെച്ചിട്ട് കാര്യമില്ല. ഇത്രയും ദിവസങ്ങൾ കടന്നുപോയി. ഈ ഗംഗവലി പുഴയുടെ അഗാധങ്ങളിൽ അർജുൻ ഉണ്ടാകും എന്ന രീതിയിൽ നമ്മൾ വാക്കുകൾ പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഈ ലോറിയുടെ ക്യാബിൻ്റെ ഉള്ളിലോ എവിടെയെങ്കിലും അർജുൻ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നറിയുന്നതാവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഈ ദുരൂഹത, അർജുൻ എന്താണ് സംഭവിച്ചത് എന്ന് അതിലെ ദുരൂഹത മാറ്റുകയാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അരുൺ പൂപ്പറമ്പ ഗംഗാവലി പുഴയ്ക്കരികിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ അരുൺ, ഗുഡ് മോർണിംഗ്. SKN ഗുഡ് മോർണിംഗ്. ഇപ്പോൾ SKN സൂചിപ്പിച്ചത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മാസം പിന്നിട്ടു ഈ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായിട്ട്. അർജുൻ, ലോകേഷ്, ജഗന്നാഥ് ഇവർ 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. അത് എന്ത് സംഭവിച്ചു, ഇവർക്ക് എന്താണ് സംഭവിച്ചു എന്ന ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് തുടർച്ചയായ ഇത്തരത്തിലുള്ള തെരച്ചിൽ നടപടികൾ. വിവിധ സേനാ വിഭാഗങ്ങളൊക്കെ തെരച്ചിൽ ഈ കഴിഞ്ഞ 2 മാസത്തിലേറെ നമ്മൾ കണ്ടു. പക്ഷേ എന്തെങ്കിലും ഒരു ഫലം അതിലുണ്ടായില്ല. ചില സൂചനകൾ ലഭിച്ചതിനപ്പുറത്തേക്ക് ഉണ്ടായില്ല. എന്തായാലും ഈ ദൗത്യം ഒരു അവസാന ഘട്ടത്തിലേക്കാണെന്നുള്ള സൂചന നമുക്ക് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നൽകുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഗംഗാവലി പുഴയോരത്താണുള്ളത്. നമുക്ക് ഡ്രഡ്ജർ കാണാം. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഏറെ നിർണായകമാകും, അല്ലെങ്കിൽ ആ തെരച്ചിലിൽ ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. അതിന് കാരണം ഈ പ്രധാനപ്പെട്ട ചില പോയിന്റുകളുണ്ട്. അതായത് നേരത്തെ നാവികസേനയും അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളിലൊക്കെ കണ്ടെത്തിയിട്ടുള്ള പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിലായിരിക്കും ഇന്ന് ഈ പുഴക്കടിത്തട്ടിലുള്ള മണ്ണ് പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ നടത്തുക. അതിൽ നാവികസേനയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള ഈ പോയിന്റ് 4-ൽ, അതായത് ഈ ഒരു 30 മീറ്റർ ചുറ്റളവിൽ, അത് നമുക്ക് ദൃശ്യങ്ങളിൽ മാർക്ക് ചെയ്തിട്ടുള്ള അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗം കാണാം. ആ ഭാഗത്തായിരിക്കും ഇന്ന് വിശദമായിട്ടുള്ള പരിശോധന നടത്തുക. അവിടെ തന്നെയാണ് കഴിഞ്ഞ തവണ തെരച്ചിൽ നടത്തിയ ഘട്ടത്തിൽ ഈ അർജുന്റെ ലോറിയുടെ ലിവർ ജാക്കും കയറുകളും കണ്ടെത്തിയത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി അലക്സ് മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. അലക്സ്, യഥാർത്ഥത്തിൽ ഗംഗാവലി പുഴയുടെ അഗാധങ്ങളിൽ നിന്ന് ഈ ട്രെഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഫറൂഖിലെ അർജുൻ്റെ മരണത്തിലുള്ള ദുരൂഹത മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മലയാളി സമൂഹം ലോകമെമ്പാടും. ഇപ്പോൾ ഗംഗാവലി പുഴയ്ക്കരികിൽ നിൽക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ എന്താണ്? SKN ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടെറൈനിൽ ഞാൻ വരുന്നത് ആദ്യമാണ്. പക്ഷേ ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ പ്രദേശം എന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. സ്വാഭാവികമായി ഒരു വിശ്രമവേള അല്ലെങ്കിൽ ഒരു വിശ്രമത്തിന് വേണ്ടി ആളുകൾ അല്ലെങ്കിൽ ലോറി ഡ്രൈവർമാരാകട്ടെ അതല്ല എങ്കിൽ വിനോദസഞ്ചാരികളാകട്ടെ ഈ പ്രദേശത്ത് വണ്ടി ഒതുക്കി അവരൊരു ചായ കുടിക്കുന്നതിന് ഒരു തെറ്റുമില്ലാത്തൊരു സ്ഥലമാണിത്. പക്ഷേ
അപകടം പതിയിരുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് SKN 69-ാം ദിവസമാണ്, അർജുനെ കാണാതായി 69-ാം ദിവസമാണ്. ഈ ദൗത്യം അതിന്റെ 3-ാം ഘട്ടം ഇന്നലെ ആരംഭിച്ചതാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു. SKN ഏതാണ്ട് ഈ മേഖലയിലാണ് ആ ലക്ഷ്മണന്റെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ആ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് തൊട്ട് താഴെയാണ് ഇങ്ങനെ വലിയ തോതിൽ ആ കുന്നിടിഞ്ഞിറങ്ങിയ ആ ഗംഗാവലി പുഴയിൽ ആകെ പതിച്ചങ്ങനെ കിടക്കുന്നത്. SKN ഇവിടെ നിൽക്കുമ്പോൾ ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യം എന്നുള്ളത് ആ കാണുന്ന മൺകൂനകളാണ്. SKN നമ്മൾ ആ കാണുന്ന ഡ്രഡ്ജർ മെഷീന്റെ തൊട്ട് പിന്നിൽ കാണുന്ന മൺകൂനകൾ നോക്കുക. അതെല്ലാം ഈ മുകളിലെ കുന്നിടിഞ്ഞിറങ്ങിയതാണെന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന കാര്യം. അത് അത്രത്തോളം ഭീകരമായിരുന്നു അപകടം എന്നുള്ളതാണ്. അത്തരത്തിൽ മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ ലോറി അകപ്പെട്ടത് എന്നുള്ളതാണ് ആദ്യം കണ്ടെത്തുന്നുള്ള ശ്രമം നേരത്തെ ആരംഭിച്ചത്. അതാണ് നേരത്തെ മാർക്ക് ചെയ്തേക്കുന്ന CP 1, 2, 3, 4 എന്ന് പറയുന്ന പോയിന്റുകൾ. അതിൽ തന്നെ ആ കോണ്ടാക്ട് പോയിന്റ് 4, ആ 4ആണ് നാവികസേന അടക്കം മാർക്ക് ചെയ്ത പ്രധാനപ്പെട്ട സ്ഥലം. ലോഹഭാഗം അടക്കം അവിടെ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല റഡാർ, സോണാർ സിഗ്നലുകളടക്കം കാര്യമായി കിട്ടിയത് ആ മേഖലയിലാണ്. അവിടെയാണ് വാട്ടർ ബലൂൺ അടക്കമുള്ള അടയാളപ്പെടുത്തൽ, ആ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് 30 മീറ്റർ ചുറ്റളവിൽ ഒരു തിരച്ചിലാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഏതാണ്ട് 20 മിനിറ്റോ 25 മിനിറ്റോ മാത്രമാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന അവിടെ കാര്യക്ഷമമായി നടന്നത്. ഈ ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിക്കുന്നതിനും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള നടപടികളും അതിനു പിന്നീട് അനുമതി ലഭിക്കുന്നതിനും വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു മണിക്കൂറുകളോളം നീണ്ടിയത്. 5.5 മണിക്ക് ശേഷമാണ് അതിനുള്ള അനുമതി ലഭിക്കുന്നത്. ആ അനുമതി ലഭിച്ചതിന് ശേഷം നടത്തിയ ചെറിയ പരിശോധന, അതായത് വളരെ ഹ്രസ്വമായ പരിശോധനയിൽ പോലും അവിടെ നിന്ന് ചില അടയാളങ്ങൾ, ചില സൂചനകൾ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN അതാ വാഹനത്തിന്റെ ചില ഭാഗങ്ങൾ, കയറ്, ഒപ്പം ഈ വാഹനത്തിൽ വെള്ളം വെക്കുന്നതിന്റെ ബേസ്, അങ്ങനെ ഒരു ബേസ് കൂടി അവിടെ നിന്ന് ലഭിക്കുന്നത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ തിരച്ചിൽ സംഘം ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ CP 4 എന്ന് പറയുന്ന പോയിന്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയാൽ ആ ലോറിയെ സംബന്ധിച്ചൊരു തുമ്പ് കിട്ടും. അർജുന്റെ തിരോധാനത്തെ സംബന്ധിച്ച് ആ ദുരൂഹത നീക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ രക്ഷാപ്രവർത്തനം 3-ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതൊരു ജീവൻ രക്ഷാ ദൗത്യമല്ല എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. തിരച്ചിൽ സംഘവും അതുപോലെ ജനപ്രതിനിധികളും അടക്കം, അത് കർവാർ MLA, അതുപോലെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന മഞ്ചേശ്വരം MLA അടക്കമുള്ളവർ, കളക്ടർ അടക്കമുള്ളവർ, കാർവാർ SP അടക്കമുള്ളവർ, അങ്ങനെ തുടങ്ങിയ ഉദ്യോഗസ്ഥരെല്ലാം അത് പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണ് അർജുൻ എന്നുള്ള ചോദ്യം, അർജുൻ അടക്കം 3 പേരാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അർജുൻ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് മറുപടി ഒരുപക്ഷെ ലഭിക്കും അടുത്ത മണിക്കൂറുകളിൽ എന്നുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ തിരച്ചിൽ ആരംഭിക്കുമ്പോൾ എന്നുള്ളതാണ്. SKN 8 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 6 മണി വരെ തിരച്ചിൽ നടത്താം എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. നിലവിൽ ഏതാണ്ട് 1 നോട്ട്സിൽ താഴെയാണ് ഈ ഗംഗാവലി പുഴയുടെ ഒഴുക്കിന്റെ വേഗത എന്നുള്ളതാണ് അനുകൂലമായ ഒരു ഘടകം. കാരണം ഈ അപകടം നടക്കുന്ന സമയത്തിൽ, അതായത് 1-ാം ഘട്ട തിരച്ചിൽ നടക്കുമ്പോഴും 2-ാം ഘട്ട തിരച്ചിൽ നടക്കുമ്പോഴും ഗംഗാവലി പുഴയുടെ പരിസരത്തെ പോകാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു ഇതിന്റെ ഒഴുക്ക്. ഏതാണ്ട് 8ഉം 9ഉം നോട്ട് വേഗതയിൽ കുത്തി ഒഴുകിക്കൊണ്ടിരുന്ന പുഴയാണ്. ഇതിങ്ങനെ ഈ കൊങ്കൺ മേഖലയിലെ ജലം മുഴുവൻ ഇതിങ്ങനെ കൊണ്ട് കടലിലേക്ക് പതിപ്പിക്കുന്ന ഒരു പുഴയാണ് SKN, ഒരു നദിയാണ്. സ്വാഭാവികമായി അതിൻ്റെ ഒഴുക്ക് എത്രത്തോളം ആകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ 1 നോട്ട്സിൽ താഴെ വേഗത എത്തിയിരിക്കുന്നു. അത് അനുകൂലമായ ഘടകം, അത് കാലാവസ്ഥ ആകട്ടെ, ഈ വേഗതയിലാകട്ടെ, അങ്ങനെ എല്ലാ തരത്തിലും അനുകൂലമായ ഘടകം ഇതാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗോവയിൽ നിന്നും ഈ ഡ്രഡ്ജിങ് മെഷീൻ ഇവിടെ എത്തിച്ചത്. ഈ ഡ്രഡ്ജിങ് മെഷീൻ എത്തിക്കുന്നതിന് പോലും കാര്യമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു. 2 പാലങ്ങൾ കടക്കണം. അതുമാത്രമല്ല ഇവിടെ കൊണ്ടത് നങ്കൂരമിടണം, ആങ്കർ ചെയ്യണം. അത് ആങ്കർ ചെയ്തതിന് ശേഷം ആ സ്ഥലം ഫിക്സ് ചെയ്ത് അവിടെ നിന്ന് പരിശോധന നടത്തണം. ഈ തിരച്ചിൽ അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ ചില ഈ മരക്കഷ്ണങ്ങളുടെ ഭാഗങ്ങളൊക്കെ കിട്ടി. അത് ഈ കുത്തിയൊലിച്ചെത്തിയ കുന്ന് കുത്തിയൊലിച്ചെത്തിയപ്പോൾ ഈ പുഴയ്ക്കടിയിലേക്ക് എത്തിപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ആ പരിശോധന ഇന്ന് നടത്തും, കാര്യക്ഷമമായ പരിശോധന നടത്തും. ആ പരിശോധനയിൽ ഒരു തുമ്പ് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് അർജുൻ്റെ കുടുംബമുള്ളത്. SKN 3 ദിവസത്തെ കരാറാണ് ഈ ഡ്രഡ്ജിങ് കമ്പനിക്ക് നിലവിൽ നൽകിയിട്ടുള്ളത്. പക്ഷേ ഉത്തര കന്നഡ MLA അല്പം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത്, 24-നോട് തന്നെ വ്യക്തമാക്കിയത്, വേണമെങ്കിൽ 10 ദിവസം വരെ തിരച്ചിൽ നടത്താം, ഡ്രഡ്ജിങ് മെഷീന്റെ തിരച്ചിൽ നടത്തും എന്നൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അതും ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ കോണ്ടാക്ട് പോയിന്റ് 4 അല്ലാതെ തന്നെ 3 പോയിന്റുകൾ വേറെയുണ്ട്. അത് ആ അടിഞ്ഞുകൂടിയിരിക്കുന്ന, നോക്ക് SKN, ആ നദിയുടെ, ആ പുഴയുടെ നടുവിലേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന മൺകൂനകൾ കാണുക, മൺകുന്നുകൾ എന്ന് തന്നെ പറയാം. ആ കുന്നുകളുടെ ആ ഭാഗത്താണ് 3 കോണ്ടാക്ട് പോയിന്റ്, CP 4 എന്ന് പറയുന്ന, CP 3 വരെയുള്ള ആ കോണ്ടാക്ട് പോയിന്റുകൾ ഉള്ളത് അവിടെയാണ് അടയാളപ്പെടുത്തലുകൾ നടന്നിട്ടുള്ളത്.
അതിനുശേഷം ഈ CP4-ലെ തിരച്ചിലേറെയും പൂർണ്ണമായതിനു ശേഷം മാത്രമായിരിക്കും മറ്റ് കോൺടാക്ട് പോയിന്റുകളിലേക്ക്, മറ്റ് സൂചന ലഭിച്ച ഇടങ്ങളിലേക്ക് പരിശോധന നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇവിടെ തന്നെ ആ വാഹനമുണ്ടാകും. കാരണം ഇവിടെ നിന്നാണ് വാഹനത്തിന്റെ റോപ്പ് ലഭിച്ചത്, തടിക്കഷ്ണങ്ങളുടെ അംശം ലഭിച്ചത്, നേരത്തെ വാഹനത്തിന്റെ എന്ന് സംശയിക്കുന്ന ലോഹ കഷ്ണം ലഭിച്ചത് ഈ CP4-ൽ നിന്നാണ്. ഇപ്പോഴും തിരച്ചിൽ സംഘം പ്രതീക്ഷ വെക്കുന്നത് ഈ CP4-ൽ അർജുന്റെ വാഹനത്തിന്റെ ഈ സൂചനയുണ്ടാകും, അർജുനെ സംബന്ധിച്ചുള്ള സൂചന അതിൽ നിന്ന് ലഭിക്കും എന്ന പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. അത് വാഹന ഉടമ മനാഫടക്കം പറയുന്നുണ്ട്. അത് മാത്രമല്ല, അർജുന്റെ സഹോദരി ഇവിടെ എത്തിയിട്ടുണ്ട് സ്കാൻ. അവരും ഈ തിരച്ചിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്. തന്റെ ജ്യേഷ്ഠൻ എവിടെ, അല്ലെങ്കിൽ സഹോദരൻ എവിടെ, സഹോദരന്റെ തിരോധാനത്തെ സംബന്ധിച്ച് ഒരു സൂചന ലഭിക്കും എന്ന് അർജുന്റെ സഹോദരി അഞ്ജു അല്പം മുമ്പ് പറയുകയും ചെയ്തു. എന്താണെങ്കിലും ശുഭപ്രതീക്ഷയിൽ തിരച്ചിൽ സംഘവുമുണ്ട്. അത് മാത്രമല്ല, ഈ തിരച്ചിലിനൊപ്പം തന്നെ അതിനുള്ളിലേക്ക്, അത് ആ മണ്ണ് നീക്കം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടി ഈശ്വർ മാൽപ്പയുടെ സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈശ്വർ മാൽപ്പയും അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹവും അങ്ങനെ ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ആ സൂചന ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഈ 1 നോട്ട് വേഗതയാണെങ്കിൽ പോലും എല്ലാ സുരക്ഷാ മുൻകരുതലോടുകൂടിയാണ് അദ്ദേഹവും ഈ പുഴയിൽ ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്ര കണ്ട് പെട്ടെന്ന് എടുത്തുചാടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരച്ചിൽ നമ്മൾ കണ്ടതാണ്. ഇതിനകത്ത് ഇറങ്ങി ഈ മുങ്ങിയുള്ള പരിശോധന അത്ര കണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ള കാര്യം കണ്ടതാണ്. എന്താണെങ്കിലും ആ പ്രതീക്ഷ ഈ തിരച്ചിൽ സംഘം എല്ലാം വെച്ച് പുലർത്തുന്നുണ്ട്. അർജുന്റെ കുടുംബം വെച്ച് പുലർത്തുന്നുണ്ട്, അതുപോലെ ഉദ്യോഗസ്ഥർ വെച്ച് പുലർത്തുന്നുണ്ട്, മാധ്യമപ്രവർത്തകരെ നമ്മളും അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. സ്കാൻ ഈ തിരച്ചിൽ ഈ CP4-ൽ നടത്തുന്ന, അത് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു പരിശോധനയിൽ അർജുന്റെ ലോറി സംബന്ധിച്ച ഒരു സൂചന ലഭിച്ചേക്കാം. അർജുന്റെ തിരോധാനത്തെ സംബന്ധിച്ച ഒരു സൂചന നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്കാൻ.